ഹായ് എവരിവൺ. അങ്ങനെ കുറെ ആള് എന്റെ ചങ്ങാതിമാർ അറിയുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജറാദ് എവിടെ, ജറാദ് എവിടെ. ജറാദ് കുറെ കാലമായിട്ട് നമ്മളെ വീഡിയോസിലൊന്നും കിട്ടാണ്ട് മുങ്ങി നടക്കായിരുന്നു. ഭയങ്കര തിരക്കാണ് ആള്, മീൻപിടുത്തവും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ജെട്ടിയുടെ ഭാഗത്ത് നമ്മൾ സാധാരണ മീൻ പിടിക്കുന്ന ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ലോബ്സ്റ്റർ കിട്ടുമോ നോക്കാനുള്ള പരിപാടി. അതുപോലെ ഒക്ടോപ്പസ്, ലോബ്സ്റ്റർ, പിന്നെന്താ പാരറ്റ് ഫിഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോ തുടങ്ങല്ലേ. വേറെ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. അവർ കരക്ക് ഞങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേഫ്റ്റി ഒക്കെ നോക്കാൻ വേണ്ടി രണ്ടുപേരുണ്ട്. അപ്പോൾ ഇപ്പൊ സമയം ഇവിടെ ഏകദേശം 9:30 കഴിഞ്ഞു. 9:30 മണി സമയമായി. അപ്പൊ ഞങ്ങളൊന്ന് കടലിറങ്ങി ഒന്ന് കുളിച്ച് സെറ്റായി മീനെ കിട്ടുവാണെങ്കിൽ മീനെ പിടിച്ചിട്ടിടാം. എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ റെഡിയായി. ഇതേ സോണി ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. അതുപോലെ തന്നെ അമലേ ശരിയടാ. അമലുണ്ട്, അമലെ നമ്മളെ അണ്ണനും ഉണ്ട്. അപ്പൊ സീ യു ഓവർ ദേർ. ഓക്കെ. ഞാൻ ഹിൽസൊക്കെ ഇട്ട് റെഡി ആകുമ്പോഴത്തേനും ജറാദ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് മുന്നോട്ടേക്ക് എത്തി. അപ്പം ഞാൻ റെഡിയായി വെള്ളത്തിലേക്ക് ഇറങ്ങി. ആദ്യം തന്നെ കണ്ടത് റെഡ് സ്നാപ്പറിൻ്റെ ടൈപ്പ് ഒരു കുട്ടിയായിരുന്നു. അതിനെ അടിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. ആള് ഓടി. പിന്നെ കുറേ നേരം ട്രൈ ചെയ്തു. അപ്പോൾ അടിച്ച പണി 18 നോക്കിയിട്ടും ആള് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഓരോ പ്രാവശ്യം ഞാൻ കുത്തും, ആൾ ഓടി എവിടെയെങ്കിലും കയറും. ഇത് തന്നെ കുറേ നേരമായപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാനെന്നിട്ട് നീ പോടാ, ഞാൻ വേറെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടു പോകുന്നു ഇങ്ങോട്ടേക്ക്. അങ്ങനെ പോരുമ്പോൾ ഒരു വലിയൊരു മുട്ടൻ ശങ്കിനെ കണ്ടു. ഞാൻ ഇതുവരെ ഇത്രയും വലുതിനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് നോക്കാം, ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് നോക്കി. അപ്പോഴത്തേനും ആൾക്ക് ജീവനുണ്ട്. കണ്ടു, ഒരു കൈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് കരുതി. ഇനി അവന് തിരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഞാൻ തന്നെ അവനെ തിരിച്ചിട്ട് എന്നിട്ടൊരു തട്ടും കൊടുത്തിട്ട് ഓക്കെ പിന്നെ കാണാന്നുള്ള രീതിയിൽ പോകും. വീണ്ടും അഗൈൻ ഇവരെ തന്നെ റെഡ് സ്നാപ്പറിനെ തന്നെ കണ്ടു. കുറേ നേരം ഇവൻ എന്നിട്ട് കളിപ്പിച്ചു. ഞാൻ വെറുതെ കുത്തുന്നതല്ലാതെ ഇവരെൻ്റെ അടുത്തോട്ട് വരുന്നുമില്ല, കയറുന്നുമില്ല. അങ്ങനെ അവസാനം കാലിനടുത്തൊക്കെ എത്തി. അങ്ങനെ വിട്ട രക്ഷയില്ലെന്ന് കരുതി ഞാൻ ഒരു കുത്തും കൊടുത്തു. ആ കുത്തൊരു കമ്പി കയറി. അങ്ങനെ എൻ്റെ ആദ്യത്തെ മീനെയും കിട്ടി. ഞാൻ അങ്ങനെ ജറാദിനെ വിളിച്ച് ജറാദിന് കാണിച്ചു കൊടുത്തു, മീനെ കിട്ടി, ഇതാ മീൻ, ഇതാ മീൻ, ഇതാ ഫസ്റ്റ് മീനെ കിട്ടിയെന്ന് പറഞ്ഞു. അവനെ തന്നെ നൈസായിട്ട് കൈ കൊണ്ട് ഊരിയെടുത്ത് അവൻ്റെ ബാഗിനാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി. ലോബ്സ്റ്ററുകൾ പൊതുവെ കല്ലിൻ്റെ ഇടയിലാണല്ലോ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെ കല്ലിൻ്റെ ഇടയിൽ ലോബ്സ്റ്റർ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജറാദ് മനുവണ്ണേ 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 എന്ന് വിളിച്ചത്. അപ്പോൾ അവൻ എന്താ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവനൊരു ലോബ്സ്റ്ററിനെ കമ്പി കുത്തിയിട്ട് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പിയിൽ ഹുക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ കമ്പിയും കൂടെ കുത്തി അതിനെ പുറത്തോട്ട് എടുക്കാമെന്നുള്ളൊരു ഐഡിയയിൽ ഞാനും കൂടെ എൻ്റെ കമ്പി എടുത്ത് അവൻ്റെ തലയ്ക്ക് തന്നെ കുത്തിക്കയറ്റി. കുറച്ച് സമയം അവൻ്റെ പുറകെ നമുക്ക് മെനക്കെടേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഉള്ളിലായിരുന്നു. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് വലിക്കുമ്പോഴത്തേനും അവൻ വരുന്നില്ല. അവസാനം ജറാദ് തന്നെ കൈയിട്ട് അവൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് ആളെ പുറത്തെടുത്തു. വെള്ളത്തിനടിയിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വലിപ്പം കൂടുമല്ലോ. ഇപ്പോൾ മുകളിലോട്ട് എത്തിച്ച് നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ അവനെ പിടിച്ച് ചാക്കിലാക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഞാനും കുറച്ച് ദൂരമായിരുന്നു. ജറാദ് എഗെയിൻ വിളിച്ചു, മനുവണ്ണെ മനുവണ്ണെ. ഞാൻ പോയി നോക്കുമ്പോഴത്തേനും അവൻ നല്ലൊരു മുട്ടൻ ഗ്രൂപ്പറിനെ പിടിച്ച് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചെന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി ഞാൻ അവൻ അതിൽ കുത്തിയിറക്കി. കാരണം അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഇടുക്ക് പോലത്തെ സ്ഥലത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞങ്ങൾ അതിനു വേണ്ടി മെനക്കെടേണ്ടി വന്നു. കാരണം അതിനെ ഊരിയെടുക്കാൻ വേണ്ടി വലിച്ചിട്ടൊന്നും വരുന്നില്ല. എന്നിട്ട് അവസാനം അവൻ എഗെയിൻ വീണ്ടും കൈയിട്ടിട്ട് അതിൻ്റെ ചെകിളയ്ക്ക് പിടിച്ചിട്ട് അതിനെ പൊക്കിയെടുത്തു. അവനുള്ളതുകൊണ്ട് കിട്ടോ. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. പിന്നെ ഞങ്ങൾ അവൻ്റെ കമ്പിയൊക്കെ വലിച്ചു 2 സെറ്റപ്പിലേക്കായി. ഏകദേശം ഞങ്ങൾ എടുക്കുമ്പോഴത്തേനും ആൾ ഏകദേശം തീർന്നിരുന്നു കേട്ടോ. കാരണം കമ്പി രണ്ടും കയറിയത് ഒന്ന് വയറ് വഴിയും കയറി, ഒന്ന് ചെകിള വഴിയും കയറിയായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പിയിൽ ലോക്ക് ഉള്ളതുകൊണ്ട് ഊരിയെടുക്കാൻ ഇച്ചിരി പാടുപെട്ടു. പക്ഷെ എന്നാലും ഞങ്ങൾ അവനെ ഊരിയെടുത്ത്
നൈസായിട്ട് ജാക്കിലാക്കി. പിന്നെ അപ്പോൾ തന്നെ ഏകദേശം സമയമായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറേ ലേറ്റായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്, ഈ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് ദൂരം കൂടെ നോക്കിയിട്ട് പോയേക്കാന്നുള്ള മൈൻഡായി രണ്ടാക്കും. ജറാദ് ലോബ്സ്റ്ററിനെയും അതുപോലെ തന്നെ ഗ്രൂപ്പറിനെയൊക്കെ കുത്തുന്ന സമയത്ത് ഞാൻ അപ്പോഴും ആ റെഡ് ഫിഷിൻ്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്തു, ആളെ കിട്ടിയില്ല. അവസാനം ഒരു വിധത്തിൽ എൻ്റെ ഒരു കുത്ത് കൊണ്ടു ചെകിളിക്കായിരുന്നു. ആളൊന്ന് മയങ്ങി നിന്നാ ഇനി കൈകൊണ്ട് പിടിച്ചേക്കാന്നുള്ള മൈൻഡിൽ ഞാൻ കൈകൊണ്ട് പിടിക്കാൻ കുറേ ട്രൈ ചെയ്തു. അവിടെ ആളുടെ പാട്ടിന് പോയി. പിന്നെ അഗൈൻ വേറൊരു മീൻ വന്നു, അതിനെയും ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം നിന്നപ്പോൾ വേറെ റെഡ് ഫിഷ് പിന്നെയും വന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു കിടലിനൊരു പഫർ ഫിഷും വന്നു. പക്ഷേ പഫർ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് തന്നെ മൈൻഡാക്കിയില്ല. റെഡിനെ ജറാദ് കുത്തിയ സമയത്ത് തന്നെ അവൻ എന്നിട്ട് കൈകൊണ്ട് അതിനെ പിടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഫിഷിങ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയതെന്നൊന്ന് കാണാം. ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, ഇറക്കാനുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം 11:20. അപ്പോൾ അത്രയും സമയം വെള്ളത്തിനുള്ളിൽ തന്നെയായിരുന്നു അല്ലേ. കൈ വിറയ്ക്കുന്നുണ്ട്, അവിടെ ക്യാമറ ഷെയ്ക്കാണോ സംശയമുണ്ട്. മീൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇതേ ഒരു ലോബ്സ്റ്റർ, കുട്ടി ലോബ്സ്റ്ററിനെ കിട്ടി. പിന്നെ ഒരു ഗ്രൂപ്പർ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ പേരറിയാത്ത 3-4 സാധനങ്ങളാണ്. ഇതെനിക്കൊന്ന് റെഡ് സ്നാപ്പറിൻ്റെ ഒക്കെ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഇത്രയും സാധനങ്ങളെ കിട്ടിയുള്ളൂ. നാട്ടിലെ കളിമീൻ. സോണിച്ചേട്ടനുണ്ട്, അമലുണ്ട്, ജറാദുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you on next video. Thanks for watching.